ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജനാധിപത്യം എന്ന സംവിധാനത്തെക്കുറിച്ചിട്ടാണ്. ഇത് നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടേറെ വലിയ മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജനാധിപത്യം. ഓരോ പൗരനെയും ഒരു ഉത്തരവാദിത്തപ്പെട്ട പങ്കാളിയാക്കുന്നത് ഈ സംവിധാനമാണ്. നാളെയുടെ ഭാവിയെ നിർവചിക്കുന്നതും ഈ ജനാധിപത്യം തന്നെയാണ്. ജനാധിപത്യം ഇല്ലാതെ സ്വാതന്ത്ര്യവും സാമൂഹ്യനീതിയും ഒരിക്കലും സാധ്യമാകില്ല. എന്താണ് ജനാധിപത്യം എന്നും എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ ചരിത്രവും ഒക്കെ നമുക്ക് നോക്കാം. Once again, welcome back to Sociotech. ജനാധിപത്യം അഥവാ ഡെമോക്രസി. ഈ ഡെമോക്രസി എന്ന് പറയുന്ന വാക്ക് ഗ്രീക്ക് ഭാഷയിലെ രണ്ട് വാക്കുകൾ കൂടിയിട്ടാണ് ഉണ്ടായത്. ഡെമോസ് അല്ലെങ്കിൽ ക്രാറ്റോസ്. ഇതിനകത്ത് ഡെമോസ് എന്ന് പറയുന്ന വാക്ക് ജനങ്ങളെന്നും ക്രാറ്റോസ് എന്ന് പറയുന്നത് ഭരണം എന്നുമാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ജനാധിപത്യം എന്നത് ജനങ്ങളുടെ ഭരണം അല്ലെങ്കിൽ ജനങ്ങളാൽ നടപ്പിലാക്കുന്ന ഭരണം, ജനങ്ങൾക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ഭരണം എന്നീ അർത്ഥങ്ങളാണ് ഇതിനുള്ളത്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത് ലോകപ്രശസ്തമാണ്. ഡെമോക്രസി ഈസ് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണം ജനങ്ങളിലൂടെ തന്നെ നടത്തപ്പെടുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രത്യയശാസ്ത്രം പൂർത്തിയാകുന്നത്. ഇതിനുള്ള പാത വളരെ നീണ്ടതും ചരിത്രപരവുമായതുമാണ്. ജനാധിപത്യത്തിൻ്റെ തുടക്കം ക്രിസ്തുവിന് മുമ്പ് 5-ാം നൂറ്റാണ്ടിലേക്കാണ്. അതായത് ഇന്നു മുതൽ ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് ഗ്രീസിലെ ആഥൻസ് നഗരത്തിൽ ആദ്യമായി നേരിട്ടുള്ള ജനാധിപത്യം, ഡയറക്റ്റ് ഡെമോക്രസി എന്ന ആശയം രൂപം കൊണ്ടു. ആഥൻസ് നഗരം ഒരു ചെറിയ നഗരമായിരുന്നെങ്കിലും അവിടുത്തെ പുരുഷന്മാർക്ക് നേരിട്ട് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കാൻ അവകാശമുണ്ടായിരുന്നു. ആധുനിക ജനാധിപത്യം പോലെ സ്ത്രീകൾക്കും അടിമകൾക്കും അവകാശമില്ലായിരുന്നു. എന്നിരുന്നാലും ജനങ്ങളുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തിന് ആദ്യമായി രൂപം കൊടുത്തതിൻ്റെ ഉദാഹരണമായിരുന്നു ഗ്രീസിലെ ജനാധിപത്യം. പിന്നീട് റോമൻ റിപ്പബ്ലിക്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം എന്ന ആശയം വളർന്നു. ക്രിസ്തുവിന് മുമ്പ് 509 രാജാധികാരത്തെ നീക്കം ചെയ്ത് ജനപ്രതിനിധികൾ മുഖേന ഒരു ഭരണ സംവിധാനം നടപ്പിലാക്കി. സെനറ്റ്, നിയമസഭ, തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ എന്നിവയിലൂടെയാണ് ജനാധിപത്യ ആശയം സമൂഹത്തിൽ കൂടുതൽ ഉറച്ചു നിൽക്കാൻ തുടങ്ങിയത്. എന്നാൽ റോമൻ സാമ്രാജ്യത്തിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം യൂറോപ്പിൽ മധ്യയുഗത്തിൽ വീണ്ടും രാജതന്ത്രവും ഫ്യൂഡൽ സംവിധാനവുമാണ് സ്ഥാനമേറ്റത്. സാധാരണ ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ളതോ ഭരണം സംബന്ധിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമോ ഒക്കെ അക്കാലത്ത് ഇല്ലാതായി. എന്നിരുന്നാലും 1215 ഇംഗ്ലണ്ടിൽ ഒപ്പുവെച്ച മാഗ്ന കാർട്ട ജനാധിപത്യ ചരിത്രത്തിൽ ഒരു വലിയ മൈൽ സ്റ്റോണാണ്. കാരണം ഈ ചരിത്രരേഖ രാജാവിൻ്റെ അധികാരങ്ങളെ നിയമപരമായി നിയന്ത്രിച്ചു. അതായത് ഭരണാധികാരികൾ പോലും നിയമത്തിന് കീഴിലായിരിക്കണമെന്ന ആശയം അന്നു തന്നെ ഉയർന്നിരുന്നു. പിന്നീട് ഇംഗ്ലീഷ് പാർലമെൻറ്റിൻ്റെ രൂപവൽക്കരണത്തിലൂടെയും 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ ഗ്ലോറിയസ് റെവല്യൂഷൻ എന്ന മഹത്തായ വിപ്ലവത്തിലൂടെയും ജനങ്ങൾക്കും പ്രതിനിധികൾക്കും അധികാരം അനുവദിച്ചു കിട്ടി. 18-ാം നൂറ്റാണ്ടിൽ അത്ഭുതകരമായ വിപ്ലവങ്ങളാണ് നമ്മൾ കണ്ടത്. പ്രധാനമായിട്ടും 1776 അമേരിക്കൻ വിപ്ലവവും 1789 ഫ്രഞ്ച് വിപ്ലവവും. അമേരിക്ക ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരെ പടപൊരുതിയപ്പോൾ അവരുടെ മുദ്രാവാക്യം നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതായിരുന്നു. ആ മുദ്രാവാക്യം ജനാധിപത്യത്തിൻ്റെ ആത്മാവായി മാറി. അമേരിക്കൻ ഭരണഘടന 1787 നിലവിൽ വന്നു. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ജനാധിപത്യ ഘടന. അതിനുശേഷം ഫ്രാൻസിൽ രാജാധികാരത്തിനെതിരെ ജനങ്ങൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യത്തിൽ പടപൊരുതി. ജനാധിപത്യ ആശയങ്ങൾ ഇതിലൂടെയൊക്കെ വളർന്നു വന്നു. 20-ാം നൂറ്റാണ്ട് ലോക ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്ക് സാക്ഷിയായി. 2-ാം ലോകമഹായുദ്ധത്തിന് ശേഷവും കോളനിവൽക്കരണത്തിൻ്റെ അവസാനത്തോടെ ലോകം മുഴുവനും ജനാധിപത്യ മൂല്യങ്ങൾ വ്യാപിച്ചു. ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ആഫ്രിക്കൻ ദേശങ്ങൾ, ലാറ്റിൻ അമേരിക്ക, ഏഷ്യ എല്ലായിടത്തും ജനാധിപത്യം എന്ന സ്വപ്നം വളർന്നു. ജനാധിപത്യം പല രൂപങ്ങളിലായാണ് നിലവിലിരിക്കുന്നത്. പ്രധാന തരം പ്രതിനിധി ജനാധിപത്യമാണ്, റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. ഇവിടെ ജനങ്ങൾ തങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ മുഖേന ഭരണം നടത്തുകയാണ് ചെയ്യുന്നത്. നേരിട്ടുള്ള ജനാധിപത്യത്തിലാണെങ്കിൽ ജനങ്ങൾ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നു, സ്വിറ്റ്സർലൻഡിലേതുപോലെ. പങ്കാളിത്ത ജനാധിപത്യം ജനങ്ങൾക്ക് നയനിർണയങ്ങളിൽ നേരിട്ട് പങ്കാളിയാകാൻ അവസരം ചെലുത്തുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ ജനങ്ങൾക്ക് വോട്ടവകാശമോ തുല്യാവകാശമോ ഒന്നുമില്ലായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരങ്ങൾ, സത്യാഗ്രഹം, നിസ്സഹകരണ പ്രസ്ഥാനം,
ദണ്ഡി യാത്ര എല്ലാം ജനാധിപത്യ മൂല്യങ്ങളിലൂടെയുള്ള പോരാട്ടങ്ങളായിരുന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും 50 ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ഘടനയെല്ലാം കൊണ്ട് ഭരണഘടന റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം തന്നെ ഇത് പ്രഖ്യാപിക്കുന്നു. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved to constitute India into a sovereign socialist secular democratic republic. ഇന്ത്യൻ ജനാധിപത്യം എത്ര മഹത്തായ ഒന്നാണെന്ന് നമുക്കതിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നു. ഓരോ 5 വർഷത്തേക്കും നടക്കുന്ന സ്വതന്ത്ര തെരഞ്ഞെടുപ്പുകൾ, വോട്ടവകാശം ലഭിച്ച എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശം, വിവിധതരം രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യം, സ്വതന്ത്ര മാധ്യമങ്ങൾ, ബഹുസ്വരതയുടെ അംഗീകാരം എന്നിവയൊക്കെ ഇന്ത്യയെ ജനാധിപത്യത്തിൻ്റെ തിളക്കമുള്ള മാതൃകയാക്കുന്നു. ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് പാർലമെൻറ്റ് വരെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഇന്ത്യയെ വേറിട്ടതായി നിലനിർത്തുന്നു. എങ്കിലും ഇന്ന് ജനാധിപത്യത്തിന് വലിയ വെല്ലുവിളികളാണുള്ളത്. അഴിമതിയും രാഷ്ട്രീയ അപജയമൊക്കെ ജനങ്ങളുടെ വിശ്വാസത്തെ വലിയ രീതിയിൽ തകർത്തിട്ടുണ്ട്. പണവും മതവും ജാതിയും ഉപയോഗിച്ച് വോട്ടുകൾ സ്വാധീനിക്കപ്പെടുന്നു. തെറ്റായ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പടർത്തി ജനങ്ങളുടെ മനസ്സും വോട്ടും സ്വാധീനിക്കപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ജനാധിപത്യത്തെ നിലനിർത്താൻ പൗരന്മാരുടെ ജാഗ്രതയും ബോധവും വളരെ അത്യാവശ്യമാണ്. ജനാധിപത്യം ഒരു ഭരണരീതിക്ക് മേലെ, അതൊരു മാറ്റത്തിൻ്റെ സംസ്കാരമാണ്. സമൂഹത്തിൽ ഓരോരുത്തർക്കും തുല്യമായിട്ട് ജീവിക്കാനും അഭിമാനത്തോടെ സംസാരിക്കാനും ഭാവിയിലെ മാറ്റത്തിന് പങ്കാളിയാവാനുമുള്ള ഒരു അവസരമാണ്. ജനാധിപത്യം നമ്മിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ സ്വതന്ത്രമാകുമ്പോഴും മറുവശത്തെ കേൾക്കാൻ തയ്യാറാകുമ്പോഴും നിയമത്തെ അംഗീകരിക്കുമ്പോഴും. അവസാനമായി എബ്രഹാം ലിങ്കൺ പറഞ്ഞതുപോലെ, ജനാധിപത്യം ജനങ്ങളുടെ ഭരണം, ജനങ്ങളാൽ നടപ്പാക്കുന്നത്, ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്നത് എന്നത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതിനെ സംരക്ഷിക്കാൻ, ശക്തിപ്പെടുത്താൻ, പുതിയ തലമുറയിലേക്ക് പകരാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ജനാധിപത്യം നിലനിൽക്കട്ടെ, ജനങ്ങൾ ഉണരട്ടെ, ഭരണതന്ത്രങ്ങൾ നേരിടേണ്ടത് നമ്മൾ തന്നെ ആകട്ടെ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി.